ഹരേ രാമ ഹരേ കൃഷ്ണ. എല്ലാവർക്കും നമസ്കാരം. സെപ്റ്റംബർ മാസത്തിൽ നിങ്ങൾക്ക് ശുക്രൻ തെളിയും. ഓണക്കാലം കൂടിയായ ഈ മാസം തുടങ്ങുമ്പോൾ തന്നെ നിങ്ങളുടെ സമയം തെളിയുന്ന ചില നക്ഷത്രക്കാരുണ്ട്. സെപ്റ്റംബർ മാസം ഓണമാസം കൂടിയാണ്. ഓരോ മലയാളിയും ഓണം കാത്തിരിക്കുന്ന മാസം. ജ്യോതിഷപ്രകാരവും ഇതിന് വളരെയധികം പ്രാധാന്യമുണ്ട്. പ്രധാനപ്പെട്ട 3 ഗ്രഹസംക്രമണമാണ് ഈ മാസം നടക്കുവാൻ പോകുന്നത്. ബുധൻ, ശുക്രൻ, സൂര്യൻ എന്നിവയാണ് ഇവ. ഇത് കാരണം നിങ്ങളുടെ ജീവിതത്തിലുണ്ടായിരുന്ന എല്ലാവിധ ദുഃഖ ദുരിതങ്ങളും മാറി സെപ്റ്റംബർ മാസം 1 മുതൽ നല്ല കാലം വന്നു ചേരും. ഈ പറയുന്ന നക്ഷത്രക്കാരായ ആളുകൾ നിങ്ങളുടെ കുടുംബക്ഷേത്രത്തിലും മറ്റും വഴിപാടുകൾ നടത്തുന്നതും അവരെ പ്രീതിപ്പെടുത്തുന്നതും ഇരട്ടി ഗുണം ലഭിക്കുവാൻ ഉത്തമമാണ്. ഇനി ഏതൊക്കെ നക്ഷത്രക്കാർക്കാണ് സർവ്വ സൗഭാഗ്യങ്ങളും ധനനേട്ടങ്ങളും ഈ മാസം വന്നു ചേരുന്നത് എന്ന് നോക്കാം. ആദ്യം അശ്വതി നക്ഷത്രക്കാരാണ്. അശ്വതി നക്ഷത്രക്കാരായ ആളുകൾക്ക് നിങ്ങളുടെ മനസ്സിന് ദുഃഖമുണ്ടാക്കുന്ന കാര്യങ്ങളിൽ നിന്നെല്ലാം വിടുതൽ ലഭിക്കുന്നതാണ്. ആഗ്രഹിക്കുന്ന രീതിയിൽ എല്ലാവിധ കാര്യങ്ങളും നിങ്ങളുടെ ഈ സമയത്ത് നടന്നു കിട്ടും. സർവ്വ ഐശ്വര്യങ്ങളും ഈ നക്ഷത്രക്കാർക്ക് ലഭിക്കുന്ന ഒരു സമയമാണ്. ജീവിതത്തിൽ വളരെയധികം ഉയർച്ചയും സന്തോഷവും സമാധാനവും വന്നു ചേരും. നടക്കാത്ത ആഗ്രഹങ്ങളെല്ലാം നിങ്ങൾക്ക് സാധിച്ചു കിട്ടുന്ന ഒരു സമയം കൂടിയാണ്. തൊഴിൽ, കുടുംബപരമായ സന്തോഷങ്ങൾ ഇവയെല്ലാം വന്നു ചേരുന്ന ഒരു സമയം കൂടിയാണ് അശ്വതി നക്ഷത്രക്കാർക്ക് വന്നെത്തിയിരിക്കുന്നത്. നിങ്ങളുടെ ചെറിയ പരിശ്രമങ്ങൾ പോലും ഈ മാസം വലിയ വിജയത്തിലേക്ക് കുതിക്കും. തൊഴിൽപരമായും വളരെയധികം ഉയർച്ചയാണ് നിങ്ങളെ കാത്തിരിക്കുന്നത്. അധികാരപ്രാപ്തി, ഉന്നത അധികാരം, ശമ്പള വർധനവൊക്കെ വന്നു ചേരും. വിദ്യാർത്ഥികൾക്ക് മികച്ച പ്രകടനം കാഴ്ചവെക്കുവാൻ സാധിക്കും. മാതാപിതാക്കളുടെ ആരോഗ്യം ശ്രദ്ധിക്കേണ്ട ഒരു സമയം കൂടിയാണ്. കുടുംബ സ്വത്തുക്കൾ തൻ്റെ പേരിൽ വന്നു ചേരുന്ന ഒരു കാലമാണ്. കലാ സാംസ്കാരിക മേഖലയിൽ പ്രവർത്തിക്കുന്ന ആളുകൾക്ക് സാമ്പത്തികമായി പുതിയ സ്രോതസ്സുകൾ വന്നെത്തും. ദാമ്പത്യ ജീവിതത്തിൽ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാകുവാനും ഇടയുണ്ട്. സർക്കാർ ജോലിക്ക് ശ്രമിക്കുന്ന ആളുകൾക്ക് അർഹമായ തൊഴിലവസരങ്ങൾ വന്നു ചേരും. ചില ബന്ധുക്കളുമായി അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകുവാൻ ഇടയുണ്ട്. ദമ്പതികൾ തമ്മിലുണ്ടായിരുന്ന എല്ലാവിധ പ്രശ്നങ്ങളും പരിഹരിക്കുവാൻ പറ്റിയ ഒരു സമയം കൂടിയാണ്. വളരെയധികം പേരും പ്രശസ്തിയും ധന നേട്ടവും വന്നു ചേരും. സ്ത്രീകളുമായി ഇടപെടുമ്പോൾ വളരെയധികം ജാഗ്രത പാലിക്കേണ്ട ഒരു സമയം കൂടിയാണ്. സഹോദര ഗുണം വളരെയധികം പ്രതീക്ഷിക്കാവുന്നതാണ്. വളരെ നാളുകളായി കാണാതിരുന്ന സുഹൃത്തുക്കളെ കണ്ടുമുട്ടുവാനും അവരോടൊപ്പം സമയം ചെലവഴിക്കുവാനും അവസരം വന്നെത്തുന്നതാണ്. ഇഷ്ടഭക്ഷണം, പുതുവസ്ത്രം എന്നിവയെല്ലാം നിങ്ങൾക്ക് ലഭിക്കും. നിങ്ങളുടെ മാതാവിൽ നിന്നോ മാതൃബന്ധുക്കളിൽ നിന്നോ സാമ്പത്തികമായും മാനസികമായും വളരെയധികം ഗുണാനുഭവങ്ങൾ ഉണ്ടാകും. പുതിയ വാഹനം, വീട്, ആഭരണം എന്നിവ വന്നു ചേരും. ആരോഗ്യകാര്യങ്ങളിൽ അല്പം ശ്രദ്ധ ചെലുത്തുന്നത് വളരെയധികം ഗുണം ചെയ്യുന്നതാണ്. അശ്വതി നക്ഷത്രക്കാരായ ആളുകൾക്ക് ഇഷ്ടമൂർത്തി ഉണ്ടെങ്കിലും ഗണപതി ഭജനം അശ്വതി നക്ഷത്രക്കാർക്ക് അനിവാര്യമാണ്. പക്ക പിറന്നാളിനോ 1-ാം തീയതിയോ ഗണപതി ഹോമം നടത്തുന്നത് വളരെയധികം ഗുണകരമാണ്. നിങ്ങളുടെ ജന്മഗ്രഹനിലയിൽ കേതുവിൻ്റെ സ്ഥാനം നോക്കി ഹോം മന്ത്രം, ദേവ്യവുമൊക്കെ നിശ്ചയിച്ച് വിശേഷാൽ ഗണപതി ഹോമം കഴിക്കുന്നത് ജീവിതത്തിൽ വളരെയധികം മാറ്റങ്ങൾ സിദ്ധിക്കുന്നതാണ്. അശ്വതി, മകം, മൂലം നക്ഷത്ര ദിനങ്ങളിൽ കൃത്യമായും ക്ഷേത്ര ദർശനം ഉത്തമമാണ്. ചൊവ്വാഴ്ച അശ്വതി വന്നാൽ മുരുക ഭജനവും അത്യുത്തമം. വെളുത്ത പക്ഷത്തിലെ ചതുർത്ഥിക്ക് വ്രതം അനുഷ്ഠിക്കുന്നതും ഗണേശപ്രീതിക്ക് പാത്രമാകും. നവഗ്രഹങ്ങളിൽ കുജനും കേതുവിനും പരിഹാരം ചെയ്യുന്നത് പ്രശ്നങ്ങളിൽ നിന്നും നിങ്ങളെ സംരക്ഷിക്കുന്നതാണ്. ചൊവ്വയും ശനിയും ഉപവസിക്കുന്നതും എത്ര കടുത്ത ദുരിതങ്ങളെയും ശമിപ്പിക്കും. അർഹരായ ആളുകൾക്ക് ഭക്ഷണം, വസ്ത്രം, ദ്രവ്യം ഒക്കെ ദാനം ചെയ്യുന്നതും വളരെയധികം ഉത്തമമായി തീരുന്നതാണ്. അടുത്തത് കാർത്തിക നക്ഷത്രക്കാരാണ്. കാർത്തിക നക്ഷത്രക്കാർക്ക് സർവ്വ ഐശ്വര്യം വരുന്ന സമയമാണ് വന്നെത്തിയിരിക്കുന്നത്. കാർത്തിക നക്ഷത്രക്കാരായ ആളുകൾക്ക് പേരും പ്രശസ്തിയും കൊണ്ടുവരുന്ന ഒരു മാസമാണ്. നിങ്ങൾക്ക് വാക്ചാതുര്യം തെളിയിക്കുവാനും അത്തരത്തിൽ വിജയിക്കുവാനുമുള്ള അവസരങ്ങൾ വന്നെത്തും. തർക്കങ്ങളിൽ വിജയം സുനിശ്ചിതമാണ്. തൊഴിൽപരമായ ചെറിയ ചില്ലറ വെല്ലുവിളികൾ നേരിട്ടാലും
നിങ്ങളുടെ സ്വയം പ്രയത്നത്താൽ പലപ്പോഴും അഭിനന്ദനത്തിന് പാത്രമാകും. വളരെ കാലമായി തീരുമാനമാകാതെ കിടന്ന പല കാര്യങ്ങളും അനുകൂലമായി ഭവിക്കുന്നതാണ്. തൊഴിൽ രഹിതർക്ക് തൊഴിൽ ലഭിക്കും. വിവാഹം വൈകിയ ആളുകൾക്ക് നല്ല ആലോചനകൾ വന്നെത്തുന്നതാണ്. കുറേ നാളുകളായി ദമ്പതികൾ തമ്മിലുണ്ടായിരുന്ന എല്ലാവിധ പ്രശ്നങ്ങളും പരസ്പരം പറഞ്ഞു തീർക്കുവാനുള്ള അവസരം വന്നെത്തും. ജീവിത പങ്കാളിയോട് തന്നെയുള്ള തുറന്ന സമീപനത്തിൽ ഏറെക്കുറെ തെറ്റിദ്ധാരണകൾ മാറുവാൻ സഹായിക്കുന്നതാണ്. വിദേശവുമായി ബന്ധപ്പെട്ട തൊഴിൽ ചെയ്യുന്ന ആളുകൾക്ക് ശമ്പളം വർധനവും മറ്റും വർദ്ധിക്കുന്നതാണ്. മാതൃസ്ഥാനത്തുള്ളവർക്ക് വിയോഗം ഉണ്ടാകുവാൻ ഇടയുണ്ട്. വാഹനം ഉപയോഗിക്കുമ്പോൾ ജാഗ്രത പാലിച്ചില്ലെങ്കിൽ മുറിവ്, ചതവ്, ഒടിവ് ഉണ്ടാകുവാനുള്ള സാധ്യതയുണ്ട്. സർക്കാർ മേഖലയിൽ പ്രവർത്തിക്കുന്ന ആളുകൾക്ക് സ്ഥാനക്കയറ്റം ഉണ്ടാകും. അതിസുന്ദരിയായ ജീവിത പങ്കാളിയെ ലഭിക്കുവാനുമുള്ള യോഗമുണ്ട്. പുതിയ വീട് പണിയുക, വാഹനം എന്നിവ സ്വന്തമാക്കുവാൻ നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. കാർത്തിക നക്ഷത്രക്കാരായ ആളുകൾ ദിവസേന ശിവക്ഷേത്ര ദർശനം നടത്തി ശിവപുരാണം വായിക്കുന്നത് വളരെയധികം ഉപകരിക്കും. ദിനവും രാവിലെ സൂര്യഭഗവാനെ തൊഴുന്നതും ആദിത്യ ഹൃദയമന്ത്രം ചൊല്ലുന്നതും വളരെയധികം ഗുണകരമാണ്. മാസത്തിൽ ഒന്നു വീതം മൃത്യുഞ്ജയ ഹോമം നടത്തുന്നതും വളരെയധികം ഉത്തമമായി ഭവിക്കുന്നതാണ്. ഉത്രം, ഉത്രാടം, കാർത്തിക ദിവസങ്ങൾ ശിവക്ഷേത്ര ദർശനം നടത്തുന്നതും ഞായറാഴ്ച കാർത്തിക വന്നാൽ നിശ്ചയമായും സൂര്യ പൊങ്കാല സമർപ്പിക്കുന്നതും വലിയ മാറ്റങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ സമ്മാനിക്കുന്നതാണ്. കാർത്തിക നക്ഷത്രത്തിൻ്റെ ആദ്യ പാദത്തിൽ ജനിച്ചവർ സുബ്രഹ്മണ്യ സ്വാമിയെ ഭജിക്കണം. തന്മൂലം നിങ്ങളുടെ ജീവിതത്തിൽ വളരെയധികം ഉയർച്ച കൈവരിക്കുവാൻ ഉത്തമമായി തീരുന്നതാണ്. അടുത്തത് രോഹിണി നക്ഷത്രക്കാരാണ്. രോഹിണി നക്ഷത്രക്കാർക്കും വളരെയധികം സാമ്പത്തിക പുരോഗതി വന്നു ചേരുന്ന സമയമാണ്. തൊഴിലിൽ വളരെയധികം അഭിവൃദ്ധി, വിവാഹം, അഭീഷ്ടസിദ്ധി തുടങ്ങിയവയെല്ലാം നിങ്ങൾക്ക് ഈ മാസം വന്നു ചേരും. ദീർഘനാളായി ആഗ്രഹിച്ച എല്ലാവിധ കാര്യങ്ങളും നടന്നു കിട്ടുന്ന സമയമാണ്. നിങ്ങൾക്കിനി ലക്ഷ്യം നേടുവാനും ലക്ഷ്യത്തിലേക്ക് കുതിക്കുവാനും സാധിക്കും. വിവാഹകാലമായതിനാൽ നല്ല വിവാഹ ആലോചനകൾ വരും. കുടുംബ സന്താന സന്തോഷങ്ങളെല്ലാം ഉണ്ടാകും. തൊഴിലിൽ ചില വെല്ലുവിളികൾ നേരിടാം. ശ്രദ്ധയോടു കൂടി മാത്രം അന്യ സ്ത്രീകളോട് ഇടപെടുക. ഹണി ട്രാപ്പ് പോലെയുള്ളവ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു സമയം കൂടിയാണ്. സാമ്പത്തികമായും വളരെയധികം ഗുണഫലങ്ങൾ ലഭിക്കുന്ന ഒരു മാസമാണ്. ഏതെങ്കിലും ക്രയവിക്രയങ്ങളിൽ വളരെയധികം ശ്രദ്ധിച്ച് ഇടപെടേണ്ട ഒരു സമയം കൂടിയാണ്. മേലധികാരിയുടെ അപ്രീതി വരാതെ സൂക്ഷിക്കുക. ഏതെങ്കിലും ഡോക്യുമെന്റുകൾ ഒപ്പിടുമ്പോൾ ജാഗ്രത പാലിക്കുക. അനാവശ്യമായ യാത്രകൾ കഴിവതും ഒഴിവാക്കുന്നതാണ് ഉത്തമം. വാഹനം ഉപയോഗിക്കുന്ന ആളുകൾ ശ്രദ്ധിക്കുക. നിങ്ങളുടെ ഈശ്വരവിശ്വാസം വർദ്ധിക്കുകയും പുണ്യതീർത്ഥ സ്ഥലങ്ങൾ സന്ദർശിക്കുവാനുള്ള അവസരം ലഭിക്കുകയും ചെയ്യും. കുടുംബ, ഭാര്യ, പുത്രസുഖം, ബന്ധുജന സമാഗമം, തൊഴിൽ ലാഭം, സാമ്പത്തിക നേട്ടം, ഉന്നത പദവി, വിവാഹ ഭാഗ്യമൊക്കെയും അനുഭവത്തിൽ വരും. ടെസ്റ്റുകൾ എഴുതിയ ആളുകൾക്ക് ജോലിയിൽ പ്രവേശിക്കുവാനുള്ള അനുമതി ലഭിക്കുന്ന ഒരു സമയം കൂടിയാണ്. വാഹന ഭാഗ്യം, നവീന ഗൃഹം, രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കുന്നവർക്ക് ജനങ്ങളാൽ അംഗീകരിക്കപ്പെടുകയും തൊഴിൽ ചെയ്യുന്ന ആളുകൾക്ക് സ്വന്തമായി ബിസിനസ് ലഭിക്കുകയും ചെയ്യും. ലോട്ടറി, നറുക്കെടുപ്പ് വിജയം എന്നിവയെല്ലാം നിങ്ങൾക്ക് ഈ സമയത്ത് പ്രതീക്ഷിക്കാം. ചിലർക്ക് തൊഴിൽ നഷ്ടം, വരവിൽ കവിഞ്ഞ ചെലവുകളും വന്നെത്തുവാൻ ഇടയുണ്ട്. ഈ മാസത്തിൽ നിങ്ങൾക്ക് ധാരാളം പണം സമ്പാദിക്കുവാനുള്ള അവസരങ്ങൾ വന്നു ചേരും. രോഗങ്ങളെല്ലാം മാറി ആരോഗ്യവും ശരീരശോഭയും വർദ്ധിക്കും. രോഹിണി, അത്തം, തിരുവോണ ദിവസങ്ങളിൽ ക്ഷേത്ര ദർശനം നടത്തുക. തിങ്കളാഴ്ചയും രോഹിണിയും വരുന്ന ദിവസം പൗർണമിക്ക് ഉപവസിക്കുക. പൗർണമിക്ക് ദുർഗാദേവിയെയും അമാവാസിക്ക് ഭദ്രകാളിയെയും വണങ്ങുക. ചന്ദ്രനും ശുക്രനും പ്രത്യേക പൂജകൾ നടത്തുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ വളരെയധികം മാറ്റങ്ങൾ സമ്മാനിക്കുവാൻ ഉത്തമമാണ്. അടുത്തത് മകയിരം നക്ഷത്രക്കാരാണ്. മകയിരം നക്ഷത്രക്കാർക്ക് എല്ലാ രീതിയിലും വളരെയധികം ഉയർച്ച വന്നു ചേരുന്ന സമയമാണ്. നിങ്ങൾക്ക് അഭീഷ്ടസിദ്ധിയും എല്ലാ രീതിയിലും സർവ്വ ഐശ്വര്യവും ഫലമായി വന്നു ചേരും. തൊഴിൽ മേഖലയിൽ വളരെയധികം അഭിവൃദ്ധിയാണ് വന്നു ചേരുക. ധനനഷ്ടം സംഭവിച്ച ആളുകൾക്ക് നിങ്ങളുടെ ധനനഷ്ടമെല്ലാം ഈ മാസം വീണ്ടെടുക്കുവാൻ സാധിക്കും. ദുഃഖനാശമാണ് ഇനി വന്നു ചേരുന്നത്. നിങ്ങളുടെ ജീവിതം നല്ല രീതിയിൽ വഴിമാറും. നിങ്ങൾക്ക് ഈശ്വരവിശ്വാസം വളരെയധികം വർദ്ധിക്കുന്ന ഒരു സമയമാണ്.
വിദേശവാസം, ജോലി എന്നിവയ്ക്ക് ഈ സമയത്ത് അവസരം വന്നെത്തും. എന്നാൽ ശമ്പളക്കുറവ്, കഠിനമായ ജോലികൾ ചെയ്യേണ്ടതായ ഒരു അവസ്ഥ നിങ്ങൾക്ക് വന്നെത്തുന്നതിന് സാധ്യതയുള്ളതിനാൽ വിസയുടെ മേന്മ അല്ലെങ്കിൽ സ്പോൺസറുടെ സത്യസന്ധത വളരെയധികം പരിശോധിക്കേണ്ട ഒരു സമയമാണ്. വാഹന ഭാഗ്യം, കുടുംബസുഖം, ധനലാഭം എന്നിവയെല്ലാം വന്നു ചേരും. മാതാവിൽ നിന്നും ഗുണാനുഭവങ്ങൾ വളരെയധികം ഉണ്ടാകുന്നതാണ്. അപ്രതീക്ഷിതമായ ഭൂസ്വത്തുക്കൾ വന്നു ചേരും. വാതപിത്ത രോഗങ്ങളുള്ള ആളുകൾ അല്പം ജാഗ്രത പാലിക്കേണ്ട ഒരു സമയമാണ്. വൈദ്യരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് അവാർഡുകളും പ്രശംസയും ലഭിക്കുവാനുള്ള അവസരം വന്നെത്തും. കുടുംബം, ബന്ധുജനവിരഹം, അന്യസ്ത്രീ ബന്ധം, തസ്കര ഭയം, സംസാര മൂലം ദോഷം എന്നിവയും പ്രതീക്ഷിക്കാം. രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കുന്ന ആളുകൾക്ക് കീർത്തിയും അംഗീകാരവും ലഭിക്കും. പുരോഹിതൻ, തന്ത്രി എന്നിവർക്ക് അവാർഡോ സ്ഥാനമാനങ്ങളോ ലഭിക്കുവാൻ യോഗമുണ്ട്. നിങ്ങൾ മനസ്സിൽ വിചാരിക്കുന്ന കാര്യങ്ങൾ ജീവിതത്തിൽ സംഭവിക്കുന്ന ഒരു ദിവസങ്ങളാണ് വന്നെത്തുന്നത്. തൊഴിൽ മാറ്റമോ വിദേശത്ത് പോകുവാനുള്ള അനുമതിയോ ലഭിക്കും. ഏറ്റവും വേണ്ടപ്പെട്ടവരിൽ നിന്നും ചെറിയ തിക്താനുഭവങ്ങൾ ഉണ്ടാകുവാൻ ഇടയുണ്ട്. അനാവശ്യമായ കോപം മൂലം പല നല്ല അവസരങ്ങളും ഇല്ലാതെയാകുകയും ചെയ്യുന്നതാണ്. കുടുംബസൗഖ്യം, സാമ്പത്തിക നേട്ടം, സന്താന ഭാഗ്യം എന്നിവയും നിങ്ങൾക്ക് ഈ മാസം പ്രതീക്ഷിക്കാം. മകയിരം, ചിത്തിര, അവിട്ടം നക്ഷത്ര ദിവസങ്ങളിൽ ക്ഷേത്ര ദർശനം മുടക്കാതിരിക്കുക. ഇടവ രാശിക്കാർ ശ്രീകൃഷ്ണ ഭഗവാനെയും മിഥുനം രാശിക്കാർ മഹാവിഷ്ണുവിനെയും പ്രീതിപ്പെടുത്തുന്നത് മൂലം നിങ്ങളുടെ ജീവിതത്തിൽ വളരെയധികം സൗഭാഗ്യങ്ങൾ വന്നു ചേരുവാൻ ഉത്തമമായിരിക്കും. അടുത്തത് മൂലം നക്ഷത്രക്കാരാണ്. മൂലം നക്ഷത്രത്തിന് ശുക്രന്റെ രാശിമാറ്റം ഏറെ ഗുണകരമാണ്. ദുഃഖങ്ങളെല്ലാം അകലും. സന്തോഷം വളരെയധികം വർദ്ധിക്കും. കുറ്റപ്പെടുത്തിയ ആളുകൾ നിങ്ങളുടെ അടുത്ത് കൂടുന്ന ഒരു സമയമാണ്. സർക്കാർ ജോലിക്ക് ശ്രമിക്കുന്ന ആളുകൾക്ക് അർഹമായ തൊഴിൽ അവസരങ്ങൾ വന്നുചേരും. മറ്റുള്ളവരുടെ സഹായത്തോടു കൂടി പുതിയ ഭൂമി വാങ്ങുകയും അതിൽ വീട് എന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കുകയും ചെയ്യും. ധനലാഭം, പുതുവസ്ത്രം എന്നിവയെല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. നിങ്ങളുടെ മാതാവിൽ നിന്നോ മാതൃബന്ധുക്കളിൽ നിന്നോ ധാരാളം സഹായ സഹകരണങ്ങൾ പ്രതീക്ഷിക്കാം. വളരെ കാലമായി ജോലിയിൽ ക്ലേശങ്ങൾ ഉണ്ടായിരുന്ന ആളുകൾക്ക് അതെല്ലാം മാറി ജോലിയിൽ സ്ഥിരതയും സാമ്പത്തിക ലാഭവും വന്നെത്തും. ഇവിടെയും മാന്യത, മനസ്സുഖം, സ്ത്രീകളുമായി അടുത്ത് ഇടപഴകുവാനുള്ള അവസരം എന്നിവയും ഉണ്ടാകും. പുതിയ വീട്, പുതിയ വാഹനം എന്നിവ വാങ്ങുവാനുള്ള സാഹചര്യം വന്നതും നിങ്ങളുടെ ആത്മവിശ്വാസം വളരെയധികം വർദ്ധിക്കും. സഹോദരി സഹോദരന്മാരിൽ നിന്നും നേട്ടങ്ങൾ വന്നു ചേരും. പല വിധത്തിൽ സന്തോഷിക്കുവാനുള്ള അവസരങ്ങളാണ് നിങ്ങളെ കാത്തിരിക്കുന്നത്. അശ്വതി, മകം, മൂലം നക്ഷത്ര ദിവസങ്ങളിൽ ഗണേശ ഭഗവാനെയോ ശ്രീകൃഷ്ണനെയോ തൊഴുക. തന്മൂലം നിങ്ങളുടെ ജീവിതത്തിൽ വളരെയധികം നേട്ടങ്ങൾ വന്നു ചേരുവാൻ ഉത്തമമാണ്. അടുത്തത് അവിട്ടം നക്ഷത്രക്കാരാണ്. അവിട്ടം നക്ഷത്രക്കാർക്ക് ഈ സെപ്റ്റംബർ മാസത്തിൽ ഭാഗ്യ സമയമാണ്. രാജയോഗം മിന്നിത്തിളങ്ങുന്ന ഒരു സമയം കൂടിയാണ്. തൊഴിലിൽ വിജയം, ധനലാഭം എന്നിവയെല്ലാം ഉണ്ടാകും. ബിസിനസ്സിൽ വളരെയധികം പുരോഗതി, സാമ്പത്തികമായി തന്നെ പുതിയ വരുമാന സ്രോതസ്സുകൾ വന്നെത്തും. ചിട്ടി, നറുക്കെടുപ്പ് എന്നിവയിൽ വിജയിക്കുവാൻ സാധ്യതയുണ്ട്. കുടുംബം വിട്ടുമാറി നിൽക്കേണ്ട അവസ്ഥ അല്ലെങ്കിൽ വിദേശവാസം, ബന്ധുജനങ്ങളിൽ വേണ്ടപ്പെട്ടൊരു വിയോഗം, അന്യ സ്ത്രീകളിൽ താല്പര്യം, വരവിൽ കവിഞ്ഞ ചെലവ് എന്നിവയും പ്രതീക്ഷിക്കാം. ചിലർക്ക് വീട് പുതുക്കി പണിയുവാനും വാഹന ഭാഗ്യവും അതുമല്ലെങ്കിൽ കുടുംബ സ്വത്തുക്കൾ ലഭിക്കുകയും ചെയ്യുന്നതാണ്. വൈകാരികമായ പല സംഭവങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നതാണ്. വളരെ കാലമായി കുട്ടികൾ ഇല്ലാതിരുന്ന ദമ്പതികൾക്ക് സന്താന സൗഭാഗ്യമുണ്ടാകും. ചിലർക്ക് ഭാര്യാസുഖം കുറയുകയും അന്യ സ്ത്രീബന്ധം ശക്തമാക്കുകയും ചെയ്യുന്ന ഒരു സമയം കൂടിയാണ്. മറ്റുള്ളവരുടെ ചതിയിൽ ജയിൽ ശിക്ഷ അനുഭവിക്കുവാൻ ഇടയുള്ളതിനാൽ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ വളരെയധികം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് ഗുണകരമായി തീരുന്നതാണ്. അവിട്ടം, മകയിരം, ചിത്തിര ദിവസങ്ങളിൽ ക്ഷേത്ര ദർശനം നടത്തുന്നതും ഗണേശ, ശ്രീ പാർവതി, മഹാവിഷ്ണു ക്ഷേത്രങ്ങളിൽ വ്രതം അനുഷ്ഠിച്ച് ക്ഷേത്ര ദർശനം നടത്തുന്നതും നിങ്ങളാൽ കഴിയും വിധം വഴിപാടുകൾ സമർപ്പിക്കുന്നതും ഉത്തമമാണ്. അടുത്തത് പൂരുരുട്ടാതി നക്ഷത്രക്കാരാണ്. പൂരുരുട്ടാതി നക്ഷത്രക്കാർക്ക് ദേവി പ്രസാദിക്കുന്ന ഒരു സമയം കൂടിയാണ്. നിങ്ങളുടെ കുലദൈവത്തെ പ്രാർത്ഥിക്കുന്നത് വളരെയധികം ഗുണകരമാണ്. ദുഃഖങ്ങൾ എല്ലാം മാറി ജീവിതത്തിൽ സമ്പൽ സമൃദ്ധി വരുവാൻ ഇവ കാരണമാകും.
നിങ്ങളുടെ കുലദേവതയെ പ്രീതിപ്പെടുത്തുന്നത് നല്ല ഫലം ലഭിക്കുവാൻ വളരെയധികം അത്യാവശ്യമാണ്. വാഹന ഭാഗ്യം, പുതിയ വീട് എന്ന ആഗ്രഹം സഫലമാകും. സ്വന്തമായി ഒരു പ്രസ്ഥാനം കെട്ടിപ്പടുക്കുകയും അതിൽ വിജയിക്കുകയും ചെയ്യുന്നതാണ്. നിങ്ങളുടെ എല്ലാ ശത്രുക്കളും നിലം പൊത്തുന്നത് കാണുവാൻ സാധിക്കും. സർക്കാർ തലത്തിൽ ജോലികൾ ഇരിക്കുന്ന ആളുകൾക്ക് സ്ഥാനക്കയറ്റം ഉണ്ടാകുന്നതാണ്. വളരെ കാലമായി പിണങ്ങിയിരുന്ന ബന്ധുക്കൾ തമ്മിൽ രമ്യതയിൽ എത്തുവാനുള്ള സാഹചര്യം ഉണ്ടാകും. രോഗങ്ങളെല്ലാം മാറി ശരീരസുഖം കൈവരിക്കും. കുടുംബത്തിൽ അഭിവൃദ്ധി, എല്ലാ കാര്യങ്ങളിലും തൻ്റെ നിയന്ത്രണത്തിൽ വരിക, വ്യവഹാര വിജയം എന്നിവയെല്ലാം നിങ്ങൾക്ക് വന്നെത്തുന്നതാണ്. കൃഷി, ബിസിനസ് ചെയ്യുന്ന ആളുകൾക്ക് വൻ രീതിയിലുള്ള നേട്ടങ്ങളാണ് വന്നെത്തുന്നത്. വളരെ കാലമായി നിങ്ങൾക്കുണ്ടായിരുന്ന എല്ലാവിധ സാമ്പത്തിക ബുദ്ധിമുട്ടുകളും മാറി ധനലാഭം, രോഗങ്ങളെല്ലാം മാറി ആരോഗ്യവും ശരീരശോഭയും വർദ്ധിക്കും. വ്യവഹാര വിജയം, ശത്രുക്കളുമേൽ വിജയം, ആഭരണ ലബ്ധി, നവീന ഗൃഹയോഗം, ബന്ധുജനങ്ങളുമായി രമ്യതയിൽ കഴിയുക, ജീവിത പങ്കാളി, സന്താനം എന്നിവരുമായി ഐക്യത്തിൽ ജീവിക്കുക തുടങ്ങിയവയെല്ലാം സംഭവിക്കും. പൂരുരുട്ടാതി വ്യാഴാഴ്ച വന്നാൽ വിഷ്ണു ഭജനം ഗുണം നൽകും. പൂരുരുട്ടാതി, പുണർദം, വിശാഖം എന്നീ നാളുകളിൽ ക്ഷേത്ര ദർശനം നടത്തുന്നതും വ്രതം അനുഷ്ഠിക്കുന്നതും നിങ്ങളാൽ കഴിയും വിധം വഴിപാടുകൾ സമർപ്പിക്കുന്നതും വളരെയധികം ഉത്തമമാണ്. എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹവും കടാക്ഷവും ഈശ്വരനാമത്താൽ വന്നു ചേരട്ടെ.